നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 418 418. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധത്തിലെ 25-ാം അധ്യായം 21-ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് പറയേണ്ടത്. ഇവിടെ 21, 22, 23 3 ശ്ലോകങ്ങളൊപ്പം പോകും. പഞ്ചശീർഷാഹിനാം ഗുപ്താം പ്രതിഹാരേണ സർവദാ അന്വേഷമാണം ഋഷഭം അപ്രൗഢാം കാമരൂപിണീം സുനാസാം സുദതീം ബാലാം സുഖപോലാം വരാനനാം സമവിന്യസ്തകർണാഭ്യാം ബിഭ്രതീം കുണ്ടലശ്രിയം പിശങ്കനീവീം ശുശ്രോണീം ശ്യാമാം കനകമേഖലാം പദ്ഭ്യാം ഗണദ്ഭ്യാം ചലന്തീം നൂപുരേ ദേവതാം ഇവ. ഇങ്ങനെ 3 ശ്ലോകങ്ങളാണ്. അതിന് 3നും കൂടിയിട്ട് വാക്കാർത്ഥം പറയുമ്പോൾ, പാലകനായ 5 ശിരസ്സുള്ള സർപ്പത്താൽ 4 ഭാഗത്തും രക്ഷിക്കപ്പെടുന്നവളും ഭർത്താവിനെ അന്വേഷിക്കുന്നവളും പ്രൗഢ അല്ലാത്തവളും കാമിപ്പാൻ യോഗ്യമായ രൂപത്തോടു കൂടിയവളും ബാലയും ശോഭനമായ നാസികയോടും ശോഭയുള്ള ദന്തത്തോടും സുന്ദരമായ കവിൾത്തടത്തോടും രമണീയമായ മുഖത്തോടും സമാകൃതിയിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന കർണങ്ങളാൽ കുണ്ടലങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ശോഭയെ ഭരിച്ചിരിക്കുന്നവളും മഞ്ഞ നിറത്തിലുള്ള വസ്ത്രത്തോടും ശോഭനങ്ങളായ ശ്രോണികളോടും യൗവനാവസ്ഥയോടും സ്വർണം കൊണ്ടുള്ള അരഞ്ഞാണോടുകൂടിയും കാൽച്ചിലമ്പുകൾ കൊണ്ട് ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന പാദങ്ങളാൽ സഞ്ചരിക്കുന്നവളും ദേവതയോ എന്ന് തോന്നുവാൻ തക്ക യോഗ്യതയുമുള്ളവളുമായിരുന്നു എന്ന് പറഞ്ഞു. ഇനി അതിനെ പറ്റിയിട്ടുള്ള ഭാവാർത്ഥ പറയണത്. ആ സ്ത്രീരത്നത്തെ വർണ്ണിക്കണു. ആ സ്ത്രീരത്നത്തെ 5 തലയുള്ള ഒരു സർപ്പം കാവൽക്കാരനെ പോലെ 4 ഭാഗത്തും സഞ്ചരിച്ചുകൊണ്ട് രക്ഷിക്കുന്നുണ്ട്. കാക്ഷിക്കത്തക്ക രൂപശോഭയോടുകൂടിയ അവൾ പ്രൗഢയല്ല. ആ വാക്കിന് എന്താ അർത്ഥം? അപ്രൗഢ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഐശ്വര്യമില്ലാത്തവൾ എന്നർത്ഥം വരണം. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അവൾ പ്രൗഢയല്ല. അനുരൂപനായ വരനെ ലഭിക്കണമെന്നാഗ്രഹിച്ച് നടക്കുന്ന ബാലയാകുന്നു. നാസിക, ദന്തം, കവിൾത്തടം, മുഖം എന്നീ അവയവങ്ങൾ ഏറ്റവും കോമളങ്ങളായിരിക്കുന്നു. സമാകൃതിയിൽ സ്വതേ ഭംഗിയുള്ള കർണങ്ങളിൽ തിളങ്ങുന്ന ആഭരണങ്ങളും ഉണ്ട്. അപ്പോൾ വശ്യസൗന്ദര്യം എന്ന് പറഞ്ഞതും മാംസളമായ സൗന്ദര്യം എന്ന് പറഞ്ഞും കൂടിയിട്ട് എന്താണെന്നാ പറയുക, വളരെയധികം വ്യത്യാസമുണ്ട്. ഇവിടെ പ്രൗഢയല്ല എന്ന് പറഞ്ഞാൽ അപ്പം മനസ്സിലാക്കണം വിരൂപിയല്ല, എന്നാൽ അത് ഐശ്വര്യമില്ലാത്തതാണെന്ന് മനസ്സിലാക്കണം. അപ്പം നമ്മളൊക്കെ എന്തിനെ ഇഷ്ടപ്പെടുക? പ്രൗഢഗംഭീരമായ മുഖം. അതാണ് ആ വാക്കിൻ്റെ പിന്നെന്താണെന്ന് പറയുക, വേദവ്യാസർ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ. അപ്പോൾ മഞ്ജുളമായ കടിതടത്തിൽ ധരിച്ചിരിക്കുന്ന മഞ്ഞപ്പട്ടിന്മീതെ സ്വർണമേഖല ശോഭിക്കുന്നുണ്ട്. കാൽച്ചിലമ്പുകളിൽ നിന്ന് മണിനാദം പുറപ്പെടുവാൻ തക്കവിധം
വിലാസഗതിയെ സ്വീകരിച്ച് സഞ്ചരിക്കുന്ന ആ സുന്ദരാംഗിയെ ബാഹ്യോദ്യാനത്തിൽ സഞ്ചരിക്കുന്ന രാജാവ് കണ്ടു എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ആത്മപക്ഷത്തിൽ എന്താണെന്ന് അറിയണം. അതാണ് വെയിറ്റുള്ളത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ അതാണ് പറഞ്ഞത്, മാംസളമായ സൗന്ദര്യമല്ല എന്ന് ഞാൻ പറയാൻ കാരണം 5 വൃത്തികളോടുകൂടിയ, 5 തലയുണ്ടെന്ന് പറഞ്ഞാൽ 5 വൃത്തികളോടുകൂടിയ പ്രാണവായുവിനെ സർപ്പത്തേന കൽപ്പിച്ചു. ജഡപ്രകൃതിയായ ബുദ്ധിവൃത്തി, സത്ത് എന്നാണ്, സദ്ബുദ്ധി എന്ന് പറഞ്ഞാലോ അത് ആത്മവിദ്യയായി. അപ്പോൾ ജഡപ്രകൃതിയായ ബുദ്ധിവൃത്തി ചൈതന്യാത്മകനും ഭോക്താവുമായ ജീവനായകനെ അന്വേഷിക്കുന്നു. ബുദ്ധിയാകുന്ന സ്ത്രീ ചേതനാരൂപനായ ജീവനെ, അതാണ് ബുദ്ധിയാകുന്ന സ്ത്രീ ചേതനാരൂപനായ ജീവനെ ഭർത്താവിൻ്റെ നിലയിൽ അംഗീകരിച്ചിരിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. നാസികാദികളായ അവയവകൽപ്പന ബുദ്ധിയുടെ വിശേഷയോഗ്യതയെ വെളിപ്പെടുത്താനും കഥയ്ക്ക് ചമൽക്കാരം ജനിപ്പിക്കുവാനും ഉപകരിക്കുന്നു. അത്രയേ ഉള്ളൂ, ചമൽക്കാരേ ആയിട്ടുള്ളൂ, അന്തസത്ത ഇല്ലാന്നർത്ഥം. രജോ ഗുണം നിമിത്തം ചെയ്തിട്ടുള്ള കർമ്മവാസനയെ, അവിടെ സാത്വിക ഗുണമല്ല, രജോ ഗുണം, രജോ ഗുണവും തമോ ഗുണവും കാര്യത്തിലേക്ക് എത്തിക്കില്ല. മൂടിയിരിക്കും. അപ്പോൾ ബുദ്ധിയെ മൂടിയിരിക്കുന്ന വസ്ത്രത്വേന കൽപ്പിച്ചു. ആ ബുദ്ധിയെ തന്നെ ആശ്രയിച്ചു സത്യഗുണവും പ്രകാശിക്കുന്നുവെന്ന് കനകമേഖലാഭരണം കൊണ്ട് ധരിപ്പിക്കുന്നു. ജീവനെ മോഹിപ്പിക്കുവാൻ സാമർഥ്യം ബുദ്ധിക്കുണ്ടെന്ന് ദേവതയോ എന്ന് തോന്നുമെന്ന വർണ്ണനത്താൽ പ്രകാശിപ്പിച്ചു. എന്നാൽ ദേവതയല്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി 24ാമത്തെ ശ്ലോകം. സ്തനോ വ്യഞ്ജിതകൗശോരോ സമവൃത്തോ നിരന്തരോ വസ്ത്രാന്തേന നിഗൂഹന്തീം വ്രീഡയാ ഗജഗാമിനീം. സമമായ വൃത്തമുള്ളതും ഇടതൂർന്നവയും യൗവനാരംഭത്തെ സൂചിപ്പിക്കുന്നവളുമായ സ്തനങ്ങളെ ലജ്ജ നിമിത്തം വസ്ത്രത്തിൻ്റെ അഗ്രത്താൽ മറയ്ക്കുന്നവളും ഗജത്തെ പോലെ ഗമിക്കുന്നവളുമായിരുന്നു. സ്ത്രീകളുടെ നടത്തത്തിന് 2 തരത്തിലാണ് പറയാം. ഒന്ന് അന്നനട, ഒന്ന് പിന്നെ ഗജഗാമിനി, ഗജം ആന നടക്കുന്ന പോലെ. രണ്ടും എന്താണെന്നാ പറയുക, വിശേഷണങ്ങളാണ്. ഇനി അതിൻ്റെ ഭാവാർത്ഥമാണ് പറഞ്ഞത്. ഇവിടെയും രണ്ടായിട്ട് പറയുന്നുണ്ട്. അതായത് ഒന്ന് അതിൻ്റെ പ്രിയാമ്പിള്, പിന്നെ ഒന്ന് അതിൻ്റെ കൺക്ലൂഷൻ. ആ സ്ത്രീ രാജാവിനെ മോഹിപ്പിച്ച വിധത്തെ വിവരിക്കുന്നു. സ്തനങ്ങൾ ഒന്ന് വലുതും മറ്റൊന്നൽപ്പം ചെറുതുമായിട്ടാണ് സാധാരണ കാണപ്പെടുക. അതിപ്പോൾ സ്ത്രീ പുരുഷന്മാർക്ക് തന്നെ അറിയണ്ടാവില്ല, ഇന്നത്തെ ജനറേഷൻ അറിയണ്ടാവില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഇവളുടെ സ്തനങ്ങൾ ആ വിധത്തിലല്ല. സാമുദ്രിക കാലലക്ഷണപ്രകാരം 2 സമവൃത്തങ്ങളും ഒന്നോടൊന്ന് തമ്മിൽ ചേർന്ന മധ്യത്തിൽ ഇടയില്ലാതെ ഇരിക്കുന്നവയും യൗവനാവസ്ഥയെ സൂചിപ്പിക്കുന്നവയുമായിരിക്കുന്നു. പുരുഷദർശനം നിമിത്തം തൽക്ഷണം ഉദിച്ച ലജ്ജയാൽ വസ്ത്രത്താൽ സ്തനങ്ങളെ മറച്ചുകൊണ്ട് ആനയെന്ന പോലെ മന്ദമായി ചലിക്കുന്ന ആ തരുണിയെ രാജാവ് സന്ദർശിച്ചു. ഇനി ഇതിൻ്റെ വേറൊരു ഇതാണ് പറഞ്ഞത്. ഒന്നോടൊന്ന് കിടപിടിച്ച് ശോഭിക്കുന്ന സ്തനങ്ങളെ ബുദ്ധിയെ ആശ്രയിച്ചിരിക്കുന്ന പ്രബല പ്രവർത്തികളായ രാഗദ്വേഷങ്ങളായിട്ട് കൽപ്പിച്ചിരിക്കുന്നു. രാഗദ്വേഷം, രാഗം അനുരാഗം, അനുരാഗം നടക്കാണ്ട് വന്നാൽ ഉണ്ടാകുന്നത് ദ്വേഷം. അപ്പോൾ രാഗദ്വേഷം രണ്ടും രാഗദ്വേഷങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു. ശ്രേയസ്സിനുള്ള മാർഗത്തെ വെളിക്കു കാട്ടാതിരിപ്പാനുള്ള സാമർഥ്യം 2 വൃത്തികൾക്കും ഒരുപോലെയുള്ളതിനാൽ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ശ്രേയസ്സിനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ അത് ഈ രണ്ടിലും വരില്ല. രാഗദ്വേഷമുള്ളവർക്ക് എന്തില്ല? ശ്രേയസ്സില്ല, നാശം മാത്രമേ ഉള്ളൂ. അതാണ് കനകം മൂലം കാഞ്ചനമൂലം കലഹം പലവിധ മുലകിൽ പലതും. അപ്പോൾ കാഞ്ചന കാമിക്കുക, കാഞ്ചനയെ കാമിക്കുക,
പിന്നെ സ്ത്രീയെ കാമിക്കുക, ഇത് രണ്ടും അബദ്ധമായിട്ട് വരും. അപ്പോൾ ഒരുപോലെയുള്ളതിനാൽ ഇവയുടെ വൃത്തം വ്യാപാരം സമം തന്നെ എന്നാണ്. അപ്പോൾ ഇവിടെ വൃത്തം എന്നുള്ളത് രണ്ടും ഒരേപോലെ എന്നാണ് പറഞ്ഞത്. അത് രണ്ട് വൃത്തും എന്താണ് പറഞ്ഞത്? സമം തന്നെ. പക്ഷെ അത് അപകടമാണ്. രാഗദ്വേഷങ്ങളാകുന്ന സമാണ്. ഈ മലയാളത്തിൻ്റെ അല്ലെങ്കിൽ സംസ്കൃതത്തിൻ്റെ ഘടന നമ്മളൊന്ന് മനസ്സിലാക്കണം. സംസ്കൃതത്തിൽ ഇവിടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അംഗങ്ങളെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത്. പക്ഷേ ആ അംഗങ്ങളുടെ പ്രതിപാദനം ബുദ്ധിപരമായിട്ടുള്ള ശ്രേയസ്സിനെ ഇല്ലായ്മ ചെയ്യുന്നതാണെന്ന് കാണിച്ചു തന്നു. ഇതാണ് വാക്കുകളുടെ ഗരിമ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വൃത്തം എന്നുള്ളത് വ്യാപാരം, വൃത്തികൾ എന്ന് പറയും. അപ്പോൾ രാഗദ്വേഷങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കുന്ന വൃത്തികളാണെന്ന് കാണിപ്പാൻ ഒന്നിനെ സ്പർശിച്ചു മറ്റൊന്ന് നിൽക്കുന്നു എന്നും വർണ്ണിച്ചു. അപ്പോൾ സാധാരണക്കാരൻ ഇതൊരു സെക്സ് അപ്പീലാണോ എന്ന് മാത്രമേ ആണെന്നേ മനസ്സിലാക്കുള്ളൂ. പക്ഷെ ബുദ്ധിമാൻ എന്താ മനസ്സിലാക്കുക? രണ്ടിൻ്റെയും വ്യാപാരം രാഗദ്വേഷങ്ങളാണ്, സമാണ്. ഒന്നിനെ എടുത്തിട്ട് ഒന്നിനെ എടുക്കാനില്ല. ഈ ഒരു ബുദ്ധിയുടെ വൈഭവമാണ് മനുഷ്യരെ അപകടത്തിലേക്ക് എത്തിക്കുന്നതും എത്തിപ്പിക്കാതെയിരിക്കുന്നതും. അപ്പോൾ ഇതൊക്കെ എപ്പോൾ പഠിക്കണം? 6, 8, 10, 12 എങ്ങനെ സിക്സർ അടിക്കണം, എങ്ങനെ കയ്യിൽ നിന്ന് ബാൾ ട്വിസ്റ്റ് ചെയ്തിട്ട് സ്പിന്നാവണം എന്നൊക്കെ നമ്മൾ പഠിക്കണില്ലേ? അത്രയൊന്നും ബുദ്ധിമുട്ടില്ല. അതൊക്കെ കായികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. ഇവിടെ കായികമായിട്ടില്ല, ബുദ്ധിപരമായിട്ട് ഷൈൻ ചെയ്യുക ചെയ്യേണ്ടത്. ഇതിനെയല്ലേ നമ്മൾ തൃണവൽക്കരിക്കുന്നത്? ആലോചിച്ച് നോക്കൂ. ഇനി 25ാമത്തെ ശ്ലോകം പറയണു. താം ആഹലളിതം വീര സവ്രീഡസ്മിതശോഭനാം സ്നിഗ്ധേനാവാംഗപുംഖേന സ്പൃഷ്ട പ്രോമോ ഭ്രമൽഭ്രുവാം. എന്താ അതിൻ്റെ വാക്കർത്ഥം പറയണത്? പ്രേമത്താൽ ചലിക്കുന്ന പുരുകത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ഇരിക്കുന്ന കടക്കണ്ണുകളാകുന്ന ബാണത്താൽ സ്പർശിക്കപ്പെട്ട ശൂരൻ ലജ്ജ കൊണ്ടും പുഞ്ചിരി കൊണ്ടും ശോഭിക്കുന്ന അവളോട് മനോഹരമാകും വണ്ണം പറഞ്ഞു. എന്താ പറഞ്ഞത് എന്നുള്ളത് അർത്ഥത്തിൽ വരും. ഇനി ഇതിൻ്റെ ഭാവാർത്ഥം കഴിയട്ടെ. ആദ്യം ഇവിടെയും 2 പാരഗ്രാഫാണ്. സ്വപ്രേമത്തെ സൂചിപ്പിക്കുന്ന വിധത്തിൽ പുരികങ്ങളെ ചലിപ്പിച്ചും സ്നേഹത്തെ പ്രകാശിപ്പിച്ചും കൊണ്ട് കടക്കണ്ണുകളാൽ രാജാവിനെ സ്ത്രീരത്നം ഒന്ന് നോക്കി. ഇവിടെ രാജാവ് ആരാ? ജീവൻ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ജീവനെ ഒന്ന് നോക്കി. ആ നോട്ടം രാജാവിൻ്റെ അന്തരംഗത്തിൽ തട്ടി. അപ്പോൾ ധൈര്യത്തെ അവലംബിച്ചുകൊണ്ട് തൻ്റെ ആഗ്രഹത്തെ അവളോട് ധരിപ്പിക്കുവാനായി നിശ്ചയിച്ച രാജാവ് അവളുടെ മനസ്സിനെ വശമാക്കുവാൻ തക്കവിധം സംഭാഷണം ചെയ്തു. ഇനി 2ാമത്തെ പാരഗ്രാഫിൽ എന്താ പറഞ്ഞത്? ദർശനമാത്രത്താൽ അന്യോന്യം അനുരക്തന്മാരായെന്ന് വർണ്ണിച്ചത് ജീവനും ബുദ്ധിക്കും തമ്മിൽ അന്യോന്യ അധ്യാസമുണ്ടായെന്ന് സൂചിപ്പിക്കുവാനാകുന്നു. ജീവനെ വീരനായിട്ട് കൽപ്പിച്ചത് ശാസ്ത്രമര്യാദകളെ അതിക്രമിക്കുന്ന സ്വഭാവത്തെ കാണിപ്പാനാകുന്നു. ജീവന് പശ്വാദിയോനികളിലും ബുദ്ധിയോട് സംയോഗമുണ്ടെന്നിരിക്കലും മനുഷ്യ ശരീരത്തിലെത്തുമ്പോൾ ബുദ്ധി വിശേഷജ്ഞാനത്തിൻ്റെ അർഹയാണെന്ന് കാണിപ്പാൻ വേണ്ടിയിട്ടാണ് ഒരു പുതിയ വേഷത്തിൽ ബുദ്ധിയെ വർണ്ണിച്ചത്. അപ്പോൾ ഒരു പശുവിൻ്റെ ബുദ്ധി ആയിരിക്കരുത് മനുഷ്യന് എന്നർത്ഥം. മനുഷ്യൻ എന്ത് വേണം? വിവേകം വേണം. 26 കാത്വം കഞ്ചപലാസാക്ഷി കസ്യാസീഹ കുതസതേ ഇമാം ഉപപുരീം ഭീരു കിം ചികീർഷസി സംശമേ. താമരതള നേത്രേ, ഈ ജീവൻ ഈ പ്രൗഢയല്ലാത്തവളെ എന്താ വിളിക്കണത്? താമരതള നേത്രേ, നീ ആരാണ്? ആരുടെ സംബന്ധിനി? ശോഭനെ, എവിടെ നിന്നാണ് ഇവിടെ വന്നത്? ഈ രാജധാനിയുടെ സമീപത്തിൽ
എന്തു ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നോട് പറയുക എന്ന് പറഞ്ഞു. ഈ രാജധാനി എന്ന് പറഞ്ഞാൽ ശരീരം അല്ലേ? അവരുടെ സംഭാഷണം ഇത് മുതൽ 7 പദ്യങ്ങൾ കൊണ്ട് കാണിക്കുന്നു. ഹേ പങ്കജദള നേത്രേ, ഭീരു എന്ന് പറയുന്നത് അവിടെ എന്താ? ഭീരു എന്ന് പറഞ്ഞാൽ ഭയമുള്ളവൾ, ഉള്ളിലുള്ളത് പറയാൻ മടിക്കുന്നവളെ എന്നർത്ഥം. ഭീരു. നീ ആരാകുന്നു? ആരുടെ പുത്രി? എവിടെ നിന്നാണ് വരുന്നത്? ഈ പ്രദേശത്തിൽ എന്തു ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്? ഈ ജീവനെ അഗാധഗർത്തത്തിലേക്ക് തള്ളിയിടാനാണ് വരുന്നത് എന്നുള്ളത് ഇപ്പോൾ ആർക്കും മാത്രമേ അറിയുള്ളൂ. എനിക്കറിയാം, പക്ഷെ അത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ വിവരം പറഞ്ഞു കേൾപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ ജീവൻ്റെ പ്രശ്നം എന്താ? ഒരു സ്ത്രീ തന്നെ അപായപ്പെടുത്തുന്നു എന്നുള്ളത് കേൾക്കാനാണോ താല്പര്യം? അല്ല. അവിടെയാണ് ബുദ്ധി മന്ദബുദ്ധിയായി തീരും സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ. അതാവരുത് എന്നാണ് തർക്കശാസ്ത്ര പ്രകാരം പറയുന്നത് ഇവിടെ. ഈ സംഭാഷണാദികൾ കഥാചമത്കാരജനകം എന്നു മാത്രമേ വിചാരിക്കേണ്ടതുള്ളൂ. കഥയുടെ ചമൽക്കാരാണ്. പക്ഷെ നമ്മൾക്ക് എന്താ ആവശ്യം? കഥയല്ല. കഥകളിൽ ഒളിഞ്ഞിരിക്കുന്ന ദിവ്യമായ ഉപദേശങ്ങളാണ് ഭാഗവത ആചാര്യന്മാര് പശുപ്രായമുള്ള ശ്രോതാക്കളെ ഉണർത്തേണ്ടത്. അവരെ പശുപ്രായത്തിൽ നിന്ന് ആധ്യാത്മിക തലത്തിലേക്ക് ഉയർത്താനുള്ള ഉത്തരവാദിത്തം ആരുടെയല്ല? ആഖ്യാതകരുടെ അടുത്ത് അല്ലേ? ആചാര്യന്മാരുടെ അടുത്ത്. 27ാമത്തെ ശ്ലോകം. ക ഏതേ അനുപധായേത ഏകാദശ മഹാഭടാ ഏതാ ബാലലനാ ശുഭ്രൂ കോ അയം തേഹി പുരസ്സരാ. അതായത് നിൻ്റെ അനുഗാമികളായ 11 മഹാഭടന്മാർ. ഈ 11 ഭടന്മാരെന്ന് പറഞ്ഞത് 5 കർമ്മേന്ദ്രിയവും 5 ജ്ഞാനേന്ദ്രിയവും മനസ്സും കൂടിയിട്ടുള്ളതാണ്. ഇവരാകുന്നു. ഹേ സുന്ദരി, ഈ സ്ത്രീകൾ ആരാകുന്നു? നിൻ്റെ മുമ്പിൽ സഞ്ചരിക്കുന്ന ഈ സർപ്പം ആര്? പ്രാണനെയാണ് സർപ്പം എന്ന് പറഞ്ഞതേ. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ഹേ സുന്ദരി, നിൻ്റെ പിന്നാലെ നടക്കുന്ന ഭൃത്യന്മാരായ ഈ 11 ഭടന്മാർ ആരാകുന്നു? ഈ സ്ത്രീകൾ ആര്? മുമ്പിൽ നടക്കുന്ന ഈ സർപ്പം ആരാണ്? 10 ഇന്ദ്രിയങ്ങളും മനസ്സും കൂടെ 11 പേർ ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയവൃത്തികളെ വേറെ കാണിപ്പാൻ സ്ത്രീകളായിട്ട് വർണ്ണിച്ചു. പ്രാണനെയാണ് സർപ്പമെന്ന് പറഞ്ഞത്. ഇതൊക്കെ സംസാരിക്കാനുണ്ട് ഏതിൽ? സപ്താഹത്തിൽ. അപ്പോഴാണ് നീലക്കല്ല് വേണോ പച്ചക്കല്ല് വേണോ എന്ന് പറഞ്ഞിട്ട് താളിട്ടിട്ട് സമയം കളയണത്. പൃഥു ചരിതൊന്നും ആരും പറയില്ല. അങ്ങനെ രാജാവുണ്ടായിരുന്നു, ഭൂമിനെ കറന്നു, കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു എന്നല്ലാണ്ട് ഇതിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? അപ്പോൾ പൃഥുചരിതം മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് ഈ പുരഞ്ജനോപാഖ്യാനം പറഞ്ഞത്. അതിൽ പറഞ്ഞത് പോരാത്തത് കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ ഒന്നിനോടൊന്ന് അധികരമായിട്ടുള്ള കഥകളാൽ കോർക്കപ്പെട്ട ഒരു ദിവ്യ വനമാലയാണ് ഭാഗവതത്തിൽ അധ്യായങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടേ. ഒരു 6 ദിവസത്തിന് ഒരു 25 മുതൽ 35,000 രൂപ വാങ്ങിയിട്ട് ആൾക്കാർ പൊടിയും തട്ടി പോണില്ലേ? അപ്പോൾ ഈ നടത്തിപ്പുകാർക്ക് ഇതിൻ്റെ ഹരിശ്രീ അറിയോ? സപ്താഹം നടത്തുന്നവർക്ക് ഇതിൻ്റെ ഹരിശ്രീ അറിഞ്ഞാലല്ലേ അവർ ആ നാട്ടിലുള്ളവർ ആദ്യം പഠിച്ചിട്ട് വേണ്ടേ സപ്താഹം ചെയ്യിപ്പിക്കാൻ? അവിടെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ശ്ലോകം പറയണു 28. ത്വം ഹ്രീർഭവാന്യസ്യ ധത്വാഗ്രമാപതിം വിജിന്വതി കിം മുനിവദ്രഹോ വനേ ത്വദം ഗ്രികാമാപ്തസമസ്തകാമം ക്വ പത്മകോശപതിതകരാഗ്രാത്. അതായത് നീ ഹ്രീയാകുന്നുവോ? നീ ഭവാനിയോ? അതായത് ഹ്രീം എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാന്റെ ഓടക്കുഴലിൽ നിന്ന് വരുന്ന ശബ്ദമാണ്, കാമരാജമന്ത്രമാണ്. ഭവാനി, നീ സാക്ഷാൽ എന്താന്നാ പറയുക?
അമ്മ പരമേശ്വരിയാണോ, പാർവതി ദേവിയാണോ, അതോ വാണീദേവിയോ, നീ സരസ്വതിയാണോ, നീ പാർവതിയാണോ, എന്നൊക്കെയാണ് ചോദിക്കുന്നത്. മുനികളെ പോലെ ഏകാന്തവനത്തിൽ, മുനികൾക്ക് ഏകാന്തവനം എന്താ പറയുക, പഥ്യമാണ്. ഗൃഹസ്ഥനോ പഥ്യമല്ല. പക്ഷെ ഗൃഹസ്ഥൻ എപ്പോഴാണ് ഒറ്റയാവുക, അതായത് ഐദർ സ്പൗസ് കാലഹരണപ്പെട്ടാൽ ബാക്കിയുള്ള ആളെ ഒറ്റയായി. അപ്പം നമ്മൾ പരിതപിക്കല്ല വേണ്ടത്, ഈശ്വരോപാസന ചെയ്യാനുള്ള ഒരു സന്ദർഭമായിട്ട് ആ അവസ്ഥേനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. അത് പെട്ടെന്ന് പറ്റില്ല. കുട്ടിക്കാലത്ത് ഇത് ഉള്ളിലുണ്ടെങ്കിലേ അങ്ങനൊരവസ്ഥ വരുമ്പോൾ അത് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. നമ്മൾക്ക് കുട്ടിക്കാലത്ത് പഠിച്ച കാര്യങ്ങൾ ആണ് അപകടം വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, മുനികളെ പോലെ ഏകാന്തവനത്തിൽ നിന്റെ പാദങ്ങളുടെ കാമത്താൽ പ്രാപിച്ചിരിക്കുന്ന സമസ്ത കാമത്തോടു കൂടിയ ഭർത്താവിനെ, നിന്റെ ഈ ചെലമ്പിട്ട കാലിൻ്റെ വിന്യാസം കൊണ്ട് ശ്രുതിമധുരമായിട്ടുള്ള എന്നുള്ള ശബ്ദം കേട്ടിട്ട് എന്നെ തെരഞ്ഞു വന്നവളാണോ എന്ന് തെറ്റിദ്ധരിക്കുന്ന ജീവനെ വഴിയാധാരമാക്കാനാണ് പുറപ്പാട് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ഭർത്താവിനെ തിരയുന്ന ലക്ഷ്മിയോ കയ്യിൽ നിന്ന് താമരമൊട്ട് എവിടെ വീണുപോയി. ഇതാണ് കഥ, ചമ്മൽക്കാരത്തിൽ പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. ദേവതയോ എന്ന് മുമ്പ് സൂചിപ്പിച്ചതിനെ സ്പഷ്ടമാക്കുന്നു. ദേവത അല്ല എന്ന് പറയുണ്ടായി. ദേവതയല്ല, അപ്രൗഢയാണ്, പ്രൗഢയല്ല എന്ന് പറഞ്ഞിട്ടും നീ ദേവതയോ എന്ന് ചോദിക്കുമ്പോൾ രാജാവായിട്ടുള്ള ജീവൻ പരിതപിക്കുകയാണ്, പതിതനാവുകയാണ്, മായയിൽ കുടുങ്ങി വട്ടം ചുറ്റും. ഇതാണ് ഗുരുനാഥനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് ഒരു ഗുരുനാഥനെ ആശ്രയിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്റെ പാദപത്മങ്ങളെ ആഗ്രഹിച്ചതുകൊണ്ട് തന്നെ സകല കാമങ്ങളും സാധിച്ചിരിക്കുന്ന ധർമ്മദേവനാകുന്ന ഭർത്താവിനെ തിരിഞ്ഞു നടക്കുന്ന ഹ്രീ. ഈ ഹ്രീ എന്നുള്ളതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താ? അവിടെ ലജ്ജാധിഷ്ഠാന ദേവത, ലജ്ജയ്ക്ക് അധിഷ്ഠാനമായ ദേവതേനെയാണ് ഹ്രീ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ എന്താണെന്നാ പറയുക, ഈ സ്ത്രീകളാരെ മുമ്പിൽ നടക്കുന്ന സർപ്പന്മാരാണ്. നീ ഹ്രീ. അപ്പോൾ ഇവിടെ ത്വം ഹ്രീ എന്ന് പറയുമ്പോൾ അതിനെ ഒരു സർക്കിൾ ചെയ്തിട്ട് ഈ ഒരു നോമൻക്ലാച്ചർ കൊടുത്താൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ലജ്ജാധിഷ്ഠാന ദേവതയാകുന്നുവോ അതോ ശ്രീ ശിവനെ മുനിമാരെന്ന പോലെ ഏകാന്തസ്ഥാനമായ വനത്തിൽ തിരഞ്ഞു നടക്കുന്ന ഭവാനി ദേവിയോ? അപ്പോഴേക്കും അവിടെ ഏകയാണോ എന്ന് പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പാർവതി ദേവിയുടെ ലക്ഷ്യം എന്താ? പരമേശ്വരനെ സ്വന്തമാക്കുക എന്നാണ്. അപ്പോൾ കുറേ സഖികളോട് കൂടിയിട്ടാണോ പോയിരുന്നത്? അല്ല, സഖികൾ പാർവതി ദേവിയുടെ തപസ്സിന് ഭംഗം വരാത്ത രീതിയിൽ പുഷ്പങ്ങൾ അറുത്തു കൊടുക്കാനും ഭഗവാനെ അർച്ചിക്കാനൊക്കെ ഉള്ള കാര്യങ്ങൾ സഹായിക്കുക ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പൂജ ആര് ചെയ്യണം? അവരവർ ചെയ്യണം. ഇത് നമ്മളെയും ബാധക. നമ്മൾ ഈ പൂജ ചെയ്യുന്നത് പൂജാരിനെ ഏൽപ്പിക്കല്ല വേണ്ടത്. പൂജാരിക്ക് ദക്ഷിണ കൊടുത്തോളൂ, പ്രസാദം വാങ്ങിക്കോളൂ. പൂജ നമ്മൾ സ്വയം ചെയ്യാൻ മിടുക്കുണ്ടാവണം. അതെപ്പോൾ തുടങ്ങണം? 6, 8, 10, 12 വയസ്സിൽ. അപ്പോൾ പറഞ്ഞു ഭവാനി ദേവിയോ അതോ ബ്രഹ്മദേവനെ അന്വേഷിക്കുന്ന സരസ്വതി ദേവിയോ അല്ലെങ്കിൽ ശ്രീഹരിയെ തിരയുന്ന ശ്രീദേവിയോ? ശ്രീദേവി തന്നെയെങ്കിൽ കയ്യിൽ സ്വതയുള്ള താമരമൊട്ട് എവിടെ വീണുപോയി? അപ്പോൾ മഹാലക്ഷ്മിയുടെ കയ്യിലൊരു താമരമൊട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണിശായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. കയ്യിൽ സ്വതയുള്ള താമരമൊട്ട് എവിടെ വീണുപോയി? നീ ദേവി ആയതുകൊണ്ട്
നിന്നോട് യോജിപ്പാൻ മനുഷ്യനായ എനിക്ക് യോഗ്യതയില്ലെന്ന് കരുതി ഞാൻ വ്യസനിക്കുന്നുവെന്ന് സൂചിപ്പിച്ചു. മഹാമായയാണ് ഈ ഇന്ദ്രിയ സുഖം തരുന്നത്. ആരാ? മായയാണ്. അപ്പോൾ ഒരു തരത്തിൽ ദേവി എന്നുള്ള സംബോധന മായയ്ക്ക് ശരിയാണ്. അപ്പം മഹാമായേ, ജഗദംബികെ, രാജരാജേശ്വരി, എന്നെ വലയ്ക്കരുതേ, എന്നെ കുടുക്കരുതേ, ഞാൻ അങ്ങയുടെ നിയന്താവും നിയന്ത്രിതാവുമായിരിക്കുന്ന പരമേശ്വരനെ, സാക്ഷാൽ ശ്രീഹരിനെ അന്വേഷിച്ചിറങ്ങുന്ന ഒരാളാണ്, എനിക്ക് വഴി തരണേ. ഇതാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പിന്നെ മഹാമായിക്കൊന്നും ചെയ്യാനില്ല. ഇവിടെ നേരെ മറിച്ച് എന്നെ തെരഞ്ഞു വന്നതാണോ നീ എന്ന് ജീവൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ ജീവൻ പുനരഭിജനനം പുനരഭിമരണത്തിന് അകപ്പെട്ടു കഴിഞ്ഞു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അധ്യാത്മപക്ഷത്തിൽ ബുദ്ധ്യാദി വിശിഷ്ടമായ ലിംഗശരീരത്തിൽ അധ്യാസം നിമിത്തം ജീവൻ സ്വമാഹാത്മ്യത്തെ തീരെ മറക്കുകയും, ഇപ്പോൾ പറഞ്ഞു വായെടുത്തേ ഉള്ളൂ, നമ്മുടെ അധ്യാസം എന്ന് പറഞ്ഞാൽ എന്താ? വിവരക്കേട് എന്നാ പറയുക. നമ്മൾ മായയിൽ കുടുങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ശരീരത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നുവെന്ന് മാത്രം ധരിക്കണം. ശരീരത്തിൽ ആത്മീയ നിർവൃതിയിലല്ലല്ലോ നമ്മൾ അഭിമാനിക്കണത്. സ്വന്തം ആത്മാവിൻ്റെ നിർവൃതിയിലാണ് അഭിമാനിക്കണമെന്ന് വിചാരിച്ച കുഴപ്പമില്ല. ഞാൻ ഉന്നതജാത കുലത്തിൽ ജനിച്ചവനാണ്, ഞാൻ ധനവാനാണ്, ഞാൻ പഠിപ്പുള്ളവനാണ്. അതാണ് ഈ ഡോക്ടർ, എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞത്. ആധ്യാത്മിക പഠിപ്പല്ല. ആധ്യാത്മിക പഠിപ്പാണെങ്കിൽ നമുക്ക് നീണ്ടു നിവർത്ത് നമസ്കരിക്കാം. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം കഥാപക്ഷത്തിൽ ചമൽകൃതി ജനിപ്പിക്കുന്നു എന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. 29ാമത്തെ ശ്ലോകം ഒരു 4 വരി ശ്ലോകമാണ്. നാസാംബരോർ വന്യതമാംബു വിസ്പൃക് പുരീം ഇമാം വീരവരേണ സാഗം അർഹസ്യലങ്കർത്തുമദഭ്രകർമ്മണ ലോകം പരം ശ്രീ ഇവ യജ്ഞപുംസാം. ഹേ സുന്ദരി, വരൂരു എന്നർത്ഥം. ഹേ സുന്ദരി, ഭൂമിയിൽ സ്പർശിക്കുന്ന നീ എന്ന് പറഞ്ഞാൽ ദേവിയാണെങ്കിൽ ഭൂമിയിൽ സ്പർശിക്കില്ല, കാല് നിലത്ത് കുത്തില്ല ദേവന്മാർ. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠകളൊക്കെ, ദേവീ ദേവന്മാരുടെ പ്രതിഷ്ഠകളൊക്കെ നപുംസകശീലയിലാണ്. എന്ന് പറഞ്ഞാൽ ആകാശത്താണെന്നർത്ഥം. ഈ നപുംസകശീല എന്ന് പറഞ്ഞാൽ ഭൂമിയിലല്ല. നമ്മൾ വിചാരിച്ചിരുന്നത് ഭൂമിയിലാണ് ഉറച്ചു നിൽക്കണം, അല്ല. ആ നപുംസകശീലയുടെ മുകളിൽ സ്ത്രീ ശിലയാണെങ്കിൽ പുരുഷനാവും പ്രതിഷ്ഠ. സ്ത്രീ ദേവീനെയാണ് പ്രതിഷ്ഠ ചെയ്യണമെങ്കിൽ ശില എന്തായിരിക്കണം? പുരുഷനാവണം. അപ്പോൾ ഇതെല്ലാം ഒരു സയൻറ്റിഫിക് തിയറിയാണ്. സയൻറ്റിഫിക് അല്ലാത്തതൊന്നും ഭാഗവതത്തിലില്ല. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം? ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിരിക്കണം. നമ്മൾ ഒരു PhD തീസിസ് എഴുതാൻ പോവുകയാണെന്നുള്ളൊരു ധാരണ വേണം. 10ാം ക്ലാസ്സിൽ 2 പ്രാവശ്യം തോറ്റ ഞാനാണ് ഇതിട്ടോ അത് പറയണത് തന്നെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ഈ ഒരു ഗ്രന്ഥം നമ്മളെ സ്വയം രക്ഷിക്കാനുള്ള ഉപദേശങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് എന്നെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാണ്ട് ഇല്ലാത്തത് ഉണ്ടാവാനല്ല ഭാഗവതം. നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തിനെ മനസ്സിലാക്കാൻ ഉള്ളതാണത്. ഉള്ളതിനെ മനസ്സിലാക്കാനാണ്, ഇല്ലാത്തതിനെ ഉണ്ടാക്കാനല്ല. അപ്പോൾ പറയണു, ഇവരിൽ ഒരുത്തിയല്ല മഹാകർമ്മത്തോടുകൂടിയ വീരശ്രേഷ്ഠനോടുകൂടെ ഈ രാജധാനിയെ യജ്ഞപുരുഷനോടുകൂടെ, അതായത് ബ്രഹ്മത്തോടുകൂടെ പരലോകത്തെ ശ്രീദേവി എന്ന പോലെ അലങ്കരിപ്പാനായിക്കൊണ്ട് യോഗ്യയാകുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞിട്ട് നിർത്താം. മേൽ കാണിച്ച സ്തുതിവചനത്താൽ, ഇതാണ് സ്തുതിവചനം എന്നുള്ളത്. ഒരാളെ കണ്ട ഇല്ലാത്തത് പറയാം, അതല്ല ശരിക്കുള്ള സ്തുതി. ഇത് മായയിൽ കുടുങ്ങ കാരണമുള്ള സ്തുതിയല്ലേ. ഈശ്വരനെ സ്തുതിക്കുമ്പോൾ എങ്ങനെ വേണം? ഈശ്വരൻ്റെ പര്യായങ്ങൾ അർത്ഥം അറിഞ്ഞിട്ട്
സ്തുതിക്കണം. അങ്ങ് സർവജ്ഞനാണ്, അങ്ങ് സർവവ്യാപിയാണ്, അങ്ങ് ദീനബന്ധുവാണ്, അങ്ങ് ദീനവത്സലനാണ്, ഇങ്ങനൊക്കെ പറയാൻ സാധിക്കണം. അതല്ലാണ്ട് എനിക്ക് അത് വേണം ഇത് വേണം എന്നല്ല പറയേണ്ടത്. ഭ്രാന്തന്മാരാന്ന് പറയും. ബാങ്കിൽ പോയിട്ട് അക്കൗണ്ടിലില്ലാത്ത പൈസ എഴുതിയ ചെക്ക് മാനേജർ സാങ്ഷൻ ചെയ്യുമോ? ഇല്ലല്ലോ, പിടിച്ച് പുറത്താക്കും. സെക്യൂരിറ്റി ഇല്ലേ? അതാണ് ഗുരുവിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആദ്യം അധ്വാനശീലന്മാരാവുക, അതിൽ പ്രൗഢത ഉണ്ടാവുക, കളവ് പറയരുത്, നുണ പറയരുത്, കാലുവാരരുത്, സത്യസന്ധമായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വേണം ജീവിതം തുടങ്ങാൻ. ആ ജീവിതമാണ് നമ്മൾക്ക് എന്താവുക, കാര്യത്തിൽ വിടുക. അപ്പോൾ പറഞ്ഞു, സ്തുതിവചനത്താൽ സ്വാധീനമാക്കിയ ശേഷം. ആരേനെയാണ് തെറ്റായ സ്തുതിവചനങ്ങളെ കണ്ട് സ്വാധീനമാക്കുക? കാമുകൻ കാമുകിയെയും കാമുകി കാമകവനെയും സ്വപക്ഷത്താക്കും. പിന്നെ നരകാണ് അവിടെ, അല്ലേ? ആലോചിച്ച് നോക്കൂ. സ്നേഹിക്കാൻ എവിടെ സമയം? ആദ്യം തന്നെ ശരീര ഭാഷയിലാണ് പെട്ടുപോണത്, സ്ത്രീയും പുരുഷനും. അവിടെയാണ് തെറ്റുപറ്റുന്നത്. സ്നേഹിക്കാൻ പഠിക്കണം ആദ്യം. സ്നേഹം എന്നുള്ള ധാതുവിൽ നിന്നാണ് പ്രേമം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ദേവി അല്ലാത്തതിനാൽ എന്നോടുകൂടെ രമിക്കുവാൻ നീ അർഹയാണെന്ന് പറഞ്ഞ് വശീകരിക്കുന്നു. ഈ പറഞ്ഞ് വശീകരിക്കലാണ് തെറ്റ്. ഒരു കാമുകനും ഒരു കാമുകിയും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറയില്ല എന്നുള്ളത് ഉറപ്പാണ്, അല്ലേ? അങ്ങനെയാണ്. ഹേ സുന്ദരി, പ്രൗഢയല്ലാത്തവളെയാണ് സുന്ദരി എന്ന് പറഞ്ഞത്. സൗഭാഗ്യവതി ഉള്ളവനെയാണ് സുന്ദരിയാവുക. സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? അനൃതം പറയാത്തവൾ, നുണ പറയാത്തവളേനെയാണ് പറയണത്. അപ്പോൾ നീ മേൽപ്പറഞ്ഞ ഭാവന്യാദി ദേവിമാരിൽ ഒരുവളല്ലെന്ന് ഞാൻ ധരിക്കുന്നു. നീ തനി പെരട്ട് കള്ളക്കേസാണെന്നാണ് പറയണത്. എങ്ങനെയെന്നാൽ നീ ഭൂമിയെ സ്പർശിക്കുന്നു എന്നാണ്. ഇപ്പോൾ കാര്യം മനസ്സിലായോ ഹരിദാസേ? നീ ഭൂമിയെ സ്പർശിക്കുന്നു. ദേവിമാർ ഭൂപസ്പർശം ചെയ്യുന്നവരല്ലല്ലോ. ഇത്രമാത്രമുള്ള വ്യത്യാസത്താൽ നീ മാനുഷിയാണെന്ന് ഞാൻ അറിയുന്നതിനാൽ മഹാകർമ്മങ്ങളെ നടത്തുവാൻ സമർത്ഥനായിരിക്കുന്ന വീരാഗ്രഗണ്യനായ എന്നോടുകൂടെ യോജിച്ച് ഈ പുരിയെ ശ്രീദേവി ശ്രീഹരിയോട് ചേർന്ന് വൈകുണ്ഠലോകത്തെ എന്ന പോലെ അലങ്കരിപ്പാൻ യോഗ്യയാകുന്നു എന്ന് പറഞ്ഞു. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.